വനം വകുപ്പിനെതിരെ പല ഘട്ടങ്ങളിലും പല നടപടികളിലും ഇത്തരം വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇടുക്കിയെ സംബന്ധിച്ച് ഇടുക്കിയുടെ വികസനങ്ങൾക്ക് വലിയൊരളവിൽ തടസ്സം നിൽക്കുന്നത് വനം വകുപ്പാണ് എന്നുള്ള ആരോപണം നിലനിൽക്കുകയാണ്. ഒരു പരിധിവരെ അത് ശരിയുമാണ്. സീപ്ലെയിൻ അടക്കമുള്ള പദ്ധതികൾ ടൂറിസം മേഖലയിൽ വലിയ തടസ്സം സൃഷ്ടിക്കുന്നു. അത്തരം വലിയ രീതിയിലുള്ള പ്രതിസന്ധി മലയോര ജനത വനം വകുപ്പിൽ നിന്ന് നേരിടുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഡിജിറ്റൽ സർവേയുടെ സമയത്ത് പോലും ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. കാരണം ഈ ഡിജിറ്റൽ സർവേ നടത്തുന്ന സമയത്ത് CHR മേഖലയും കുത്തകപ്പാട്ട ഭൂമികളുമൊക്കെ അതുപോലെ തന്നെയാണ് രേഖപ്പെടുത്തി പോവുക. അപ്പം ഇത്തരം ഒരു കത്ത് കൊണ്ടുവന്ന് വിവാദമുണ്ടാക്കുക എന്നുള്ളത് ഒരു അജണ്ടയായി തന്നെ കണക്കാക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിജീവന പോരാട്ട വേദിയാണ് ആദ്യ പ്രതികരണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ജില്ലയിൽ നടന്നുവരുന്ന ഡിജിറ്റൽ സർവേ അട്ടിമറിക്കുവാനുള്ള ഗൂഢനീക്കമാണ് വനം വകുപ്പ് നടത്തുന്നതെന്ന് അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലി. അതിന്റെ ഭാഗമാണ് കുമളി റേഞ്ച് ഓഫീസർ വില്ലേജ് ഓഫീസർക്ക് കത്ത് നൽകിയിരിക്കുന്നതെന്നും പല വില്ലേജുകളിലും വനം വകുപ്പ് ഇടപെട്ട് വനവൽക്കരണത്തിനുള്ള നീക്കം നടത്തുന്നുണ്ടെന്നും റസാഖ് ചൂരവേലിൽ ആരോപിച്ചു. ഇതിനെതിരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വരണമെന്നും വിഷയത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെയും ഇടതു നേതാക്കളുടെയും നിലപാടറിയാൻ താൽപ്പര്യമുണ്ടെന്നും റസാഖ് ചൂരവേലിൽ പ്രതികരിച്ചു. ഇടുക്കി ജില്ലയിൽ നടന്നുവരുന്ന റീസർവേ ഡിജിറ്റൽ സർവേ അട്ടിമറിക്കാനുള്ള നിഗൂഢ പദ്ധതിയുമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് കരുണാപുരം വില്ലേജ് ഓഫീസർക്ക് കുമളി റേഞ്ച് ഓഫീസർ നൽകിയ കത്ത്. ആ പ്രദേശത്തെ CHRൽ ഉൾപ്പെടുത്തി വേണം അളക്കാനെന്നുള്ള കത്താണ് നൽകിയിട്ടുള്ളത്. തന്നെയുമല്ല, മറ്റ് പല വില്ലേജുകളിലും വനം വകുപ്പ് അതീവ രഹസ്യമായി ഇടപെട്ട് അത് വനഭൂമിയായി നിലനിർത്താനുള്ള ആസൂത്രിത പദ്ധതിയാണ് നടത്തുന്നത്. ഇപ്പോൾ 100 വർഷം പഴക്കമുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ അത് അങ്ങനെ നിലനിർത്തണമെന്നാണ് കത്തിലൂടെ ഇദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 2023 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിർമ്മിച്ച വന ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ ഡിജിറ്റൽ സർവേയുടെ മാനദണ്ഡമായി ഈ ഭൂമി അളവിന് കണക്കാക്കേണ്ടത്. അതല്ലാതെ 100 വർഷവും 150 വർഷവും പഴക്കമുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ ഡിജിറ്റൽ സർവേ നടത്തുകയും അതിൽ ജനവാസ മേഖലകൾ, കൃഷിയിടങ്ങളെല്ലാം വനമാക്കി മാറ്റാനുള്ള ഈ ആസൂത്രിത പദ്ധതി തടയാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രാദേശിക സർക്കാരുകളും രംഗത്ത് വരണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇക്കാര്യത്തിൽ ഇടുക്കിയുടെ മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ അടക്കം LDF ജില്ലാ കമ്മിറ്റിയുടെ നിലപാടറിയാൻ താല്പര്യമുണ്ട്. ഇത് എല്ലാവരും ചേർന്ന് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ആസൂത്രിത പദ്ധതിയാണോ എന്ന കാര്യം വ്യക്തമാക്കണമെന്നുമാണ് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്.